ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 50,000 കടന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഗാസയിലെ ആരോഗ്യ മന്ത്രാലയമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചതും. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഇസ്രയേൽ ആക്രമണത്തിൽ 41 പാലസ്തീനികൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. 2023 ഒക്ടോബറിൽ ഇസ്രയേൽ ആരംഭിച്ച ആക്രമണത്തിൽ ഇതുവരെ 50,000-ഓളം പേരായിരുന്നു പ്രധാനമായിട്ടും കൊല്ലപ്പെട്ടത്. പരിക്കേറ്റ 61 പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയതായും ഇതിനെ തുടർന്ന് ഇസ്രയേൽ ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ എണ്ണം 1,13,274 ആയതായും ആരോഗ്യ മന്ത്രാലയം നിലവിൽ അറിയിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാൻ കഴിയാത്തതിനാൽ നിരവധി പേർ ഇപ്പോഴും കെട്ടിടങ്ങൾക്കിടയിലും റോഡുകളിലും കുടുങ്ങിക്കിടക്കുകയെന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങളെല്ലാം. ജനുവരിയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാറും തടവുകാരുടെ കൈമാറ്റ കരാറും ലംഘിച്ചുകൊണ്ട് ചൊവ്വാഴ്ച മുതലായിരുന്നു ഗാസയിൽ ഇസ്രയേൽ വീണ്ടും അവരുടെ കൂട്ടക്കുരുതി പുനരാരംഭിച്ചത്. കരാർ ലംഘനത്തിന് ശേഷം ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 700-ലധികം പാലസ്തീനികൾ കൊല്ലപ്പെടുകയും അതുപോലെ 12,000-ലധികം പേർക്ക് പരിക്കേൽക്കുകയുമായിരുന്നു ചെയ്തിരുന്നത്. പുണ്യമാസമായ റമദാനിലും നരയാട്ട് തുടരുകയാണ് ഇസ്രയേൽ ഇപ്പോൾ. ഇവരുടെ ഈ നടപടിക്കെതിരെ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നും ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇതിനിടെ ഇസ്രയേൽ ആക്രമണത്തിൽ ഹമാസിന്റെ മുതിർന്ന നേതാവ് കൊല്ലപ്പെടുകയും ചെയ്യുകയുണ്ടായി. തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിലായിരുന്നു ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗമായ സലാഹ് അൽ ബർദാവിലും ഭാര്യയും പ്രധാനമായിട്ടും കൊല്ലപ്പെട്ടതും. ഹമാസ് തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. ഇവർ താമസിക്കുന്ന അൽ മവാസി മേഖലയിലെ ടെന്റിന് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തി. രാത്രി നിസ്കാരത്തിനിടെയായിരുന്നു ഇവരുടെ ആക്രമണം. ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ നിരവധി ടെന്റുകൾക്ക് നേരെ വലിയ തോതിൽ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തു. അതിലൊന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെത്. രാത്രി നിസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം മരണപ്പെട്ടത്. കുടുംബാംഗങ്ങളോടൊപ്പം അദ്ദേഹം രക്തസാക്ഷിയായി എന്ന് ഹമാസിന്റെ സന്ദേശത്തിൽ പറയുന്നുമുണ്ട്. അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും മറ്റ് രക്തസാക്ഷികളുടെയും രക്തം പാലസ്തീൻ വിമോചനത്തിനും സ്വാതന്ത്ര്യത്തിനുമായുള്ള പോരാട്ടങ്ങളുടെ ഇന്ധനമായി തന്നെ നിലനിൽക്കും. ക്രിമിനൽ ശത്രുവിന് ഞങ്ങളുടെ നിശ്ചയദാർഢ്യത്തെ ഒരിക്കലും തകർക്കാൻ കഴിയില്ല എന്നും ഹമാസ് സന്ദേശത്തിൽ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. 1959 ഖാൻ യൂനീസിലായിരുന്നു ബർദാവിൽ ജനിച്ചിരുന്നത്. 2006 പാലസ്തീൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം 2021 ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോയിൽ അംഗമായതും. ഗാസയിലെ പ്രാദേശിക പൊളിറ്റിക്കൽ ബ്യൂറോയിലും അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. 1993 അദ്ദേഹത്തെ ഇസ്രയേൽ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഹമാസ് സൈനിക ഇന്റലിജൻസ് വിഭാഗം തലവൻ ഉസാമ തബാഷും കൊല്ലപ്പെടുകയുണ്ടായി. തെക്കൻ ഗാസയിലെ ഹമാസിന്റെ സൈനിക ഇന്റലിജൻസ് തലവനും ഹമാസിന്റെ സർവൈലൻസ് ആൻഡ് ടാർഗറ്റിംഗ് യൂണിറ്റിന്റെ മേധാവിയുമാണ് ഉസാമ തബാഷ് എന്ന വ്യക്തി. മാത്രമല്ല ഖാൻ യൂനിസ് ബ്രിഗേഡിലെ ബറ്റാലിയൻ കമാൻഡർ ഉൾപ്പെടെ ഹമാസിന്റെ വിവിധ സുപ്രധാന പദവികളും തബാഷ് വഹിക്കുകയുണ്ടായി.